ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മംസ് ഒക്കെ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യണ സമയമാണ്. ഈ സമയത്ത് മംസ് വന്നാൽ തന്നെ അതിന് നമുക്ക് അതിന്റെ രോഗതീവ്രത പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള കുറച്ച് എളുപ്പ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ്. രണ്ടാമത്തെ ടിപ്സ് ഇളം ചൂടുള്ള ഉപ്പുവെള്ളം വെച്ചിട്ടുള്ള ഗാർഗിൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലതാണ് കേട്ടോ. ഈ സമയത്ത് മംസ് ഒക്കെ വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല പെയിൻ ഉണ്ടാവും. നമുക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഈ സമയത്തൊക്കെ ഇങ്ങനെ ഗാർഗിൾ ചെയ്യുന്നത് ആ പെയിനും അതിന്റെ വീക്കം കുറയാനും നല്ലതാണ് കേട്ടോ. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണോ സ്വെല്ലിംഗ് ഉള്ളത് ആ സ്വെല്ലിങ്ങിന്റെ മേലെ അതായത് ഐസ് പാക്ക് ഒക്കെ ഇല്ലേ, ഐസ് പാക്ക് വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചൂടായിട്ട് ഇളം ചൂടുള്ള നമുക്ക് നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള ചൂട് വെക്കുക, അതായത് ഹോട്ട് ബാഗിലൊക്കെ ചെയ്താലും മതിയാവും. ഹോട്ട് ബാഗ് ഒക്കെ വെച്ച് കൊടുക്കുന്നത് ആ പെയിനും ആ സ്വെല്ലിങ് കുറയ്ക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ ഈ സമയത്ത് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം നമുക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അങ്ങനെ ലൈറ്റ് ആയിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവാൻ പറ്റുന്ന ടൈപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ടൈപ്പ് ഫുഡുകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ നോക്കുക. പിന്നെ കൂടുതലും സ്പൈസിയോ, അതായത് അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങള്, സ്പൈസി ഭക്ഷണങ്ങള്, അങ്ങനത്തെ ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കാം കേട്ടോ. പിന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് റെസ്റ്റ് ആണ് ആവശ്യം. നല്ല രീതിയിൽ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മരുന്നിനു പുറമേ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം.